ബിടെക് അഡ്മിഷൻ നോക്കുന്ന കുട്ടികൾ യൂഷ്വലി ജെഇ കീം പോലുള്ള എക്സാമിനേഷൻസ് ആണ് ടാർഗറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ CUET എന്ന് പറയുന്ന എക്സാം വഴിയും ആക്ച്വലി നമുക്ക് ബിടെക്കിലേക്കുള്ള അഡ്മിഷൻസ് പോസിബിൾ ആണ്. ഒരുപാട് കോളേജുകൾ CUETയുടെ സ്കോർ, എസ്പെഷ്യലി അതിലെ CUETയിലെ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ സ്കോർ കമ്പൈൻ ചെയ്തുകൊണ്ട് ബിടെക്കിലേക്കുള്ള അഡ്മിഷൻസ് ആക്ച്വലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി വെച്ചാൽ വളരെ നല്ലതാണ്. ഒരുപാട് നല്ല കോളേജുകൾ ആക്ച്വലി ഈ ഒരു സിസ്റ്റം വഴി അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ജെഇ അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ VIT ജെഇ കീം ഒന്നും അല്ലാതെ തന്നെ ബിടെക്കിലേക്കുള്ള അഡ്മിഷൻ ആക്ച്വലി പോസിബിൾ ആണ്. അപ്പോൾ ടോപ്പ് ബിടെക് കോളേജസ് അക്സെപ്റ്റിംഗ് CUET സ്കോർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഗവൺമെന്റ് കോളേജുകൾ BHU വാരണാസി ഓഫർ ചെയ്യുന്നുണ്ട്. NIRF റാങ്കിങ്ങിൽ 5th ആണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ DU ഡൽഹി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. ലക്നൌവിലുള്ള ഒരു സ്ഥാപനം ഓഫർ ചെയ്യുന്നുണ്ട്. പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ഉണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കർണാടക, ഹരിയാന, ജമ്മു, അതുപോലെ ഗർവാൾ, മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ന്യൂഡൽഹിയിലുള്ള IARI. ഈ സ്ഥാപനങ്ങളിലെല്ലാം ആക്ച്വലി എന്തുണ്ട്, CUETയുടെ സ്കോർ വഴി ബിടെക് അഡ്മിഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഓരോന്നിലെയും ബിടെക്കിൻ്റെ ഫീസ് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ സാധിക്കും. എല്ലാ ഡാറ്റയും ആക്ച്വലി അവൈലബിൾ അല്ല, അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ലിസ്റ്റ് ഓഫ് ടോപ്പ് 10 പ്രൈവറ്റ് ബിടെക് കോളേജസ് അക്സെപ്റ്റിംഗ് CUET സ്കോർ. അതിൽ അമിട്ടി യൂണിവേഴ്സിറ്റി ഉണ്ട്, ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ LPU, UPES ഡെറാഡൂൺ ഉണ്ട്, ചിത്കര യൂണിവേഴ്സിറ്റി, NCU, BML, IILM, KR മംഗലം യൂണിവേഴ്സിറ്റി, മാനവ് രചന യൂണിവേഴ്സിറ്റി തുടങ്ങി ഈ 10 സ്ഥാപനങ്ങൾ, ടോപ്പ് 10 എന്ന് നമുക്ക് വിളിക്കാവുന്ന 10 സ്ഥാപനങ്ങൾ ആക്ച്വലി ബിടെക് അഡ്മിഷൻസ് CUETയുടെ സ്കോർ വഴി ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ശരിക്കും ജെഇക്കൊക്കെ പഠിക്കുന്ന സെയിം സിലബസ് തന്നെയാണ്. അതും പ്ലസ് ടുവിൻ്റെ സിലബസ് മാത്രമാണ് CUETക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങളൊരു 5-6 എക്സാം എഴുതാണ്, അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, CUET എക്സാമും കൂടെ എഴുതാൻ ശ്രമിക്കുക. നമുക്ക് മാക്സിമം ഓപ്ഷൻസ് നമ്മൾ ഓപ്പൺ ആക്കി വെക്കുക. ഏതിലാണ് നമ്മൾ കയറി പോകുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ആൻഡ് വൈ ചൂസ് ബിടെക് കോളേജ് ത്രൂ CUET എക്സാം? ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഈസിയർ ദാൻ ജെഇ മെയിൻ എക്സാം. അതാണ് ഒന്നാമത്തെ കാര്യം. NITസിലേക്കും മറ്റും അഡ്മിഷൻ കിട്ടാൻ നമുക്കറിയാം, നല്ല കോമ്പറ്റേറ്റീവ് ആണ് അത്. എന്നാൽ ഈ പറയുന്ന ടോപ്പ് 10 പ്രൈവറ്റ് ഓർ ടോപ്പ് 10 ഗവൺമെന്റിൽ ജോയിൻ ചെയ്താൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ, മറ്റു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടും. ജെഇ മെയിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ബിടെക് അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കും. സ്റ്റുഡൻസ് ക്യാൻ എയിം ഫോർ എ വൈഡ് വെറൈറ്റി ഓഫ് സബ്ജക്ട് സ്ട്രീംസ് വൈൽ അപ്ലൈയിങ് ത്രൂ CUET. സോ CUETയിൽ നമുക്ക് ഓരോരോ സബ്ജക്റ്റുകൾക്കാണ് എക്സാം എഴുതുക. എല്ലാവർക്കും കൂടെ ഒരു കോമൺ എക്സാം അല്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സാമുകളെല്ലാം, സബ്ജക്റ്റുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്തിട്ട് എഴുതാൻ സാധിക്കും. ടോപ്പ് റിക്രൂട്ടേഴ്സ് ഫോർ ബിടെക് കോളേജ് അക്സെപ്റ്റിംഗ് CUET. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിറ്റി യൂണിവേഴ്സിറ്റി, വാരണാസി, മൊത്തത്തിൽ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ അവിടെ വരുന്ന ടോപ്പ് റിക്രൂട്ടേഴ്സ്, അവിടെ ജോലി ഓഫർ ചെയ്യാൻ വരുന്ന ടോപ്പ് കമ്പനികൾ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ ആമസോൺ, TCS, HCL, യമഹ പോലുള്ള കമ്പനികൾ വരാറുണ്ട്. അതുപോലെ തന്നെ BHU വാരണാസിയിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള IBM, ഇൻഫോസിസ്, വിപ്രോ പോലുള്ള കമ്പനികൾ വരാറുണ്ട്. അങ്ങനെ ഈ ടോപ്പ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കേട്ട് പരിചയമുള്ള നാഷണൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ലെവലിലുള്ള കമ്പനികളെല്ലാം എന്ത് ചെയ്യാറുണ്ട്, സാലറി, നല്ല സാലറിയിൽ തന്നെ ജോലി ഓഫർ ചെയ്യാറുണ്ട്. അത് മീഡിയൻ സാലറി പാക്കേജുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോശമില്ലാത്ത രൂപത്തിൽ തന്നെ 8 7 ഒക്കെ lakhs per annum വരുന്ന രൂപത്തിൽ മീഡിയൻ ആണത്, ഹയസ്റ്റ് അല്ല, മീഡിയൻ സാലറി പാക്കേജുകൾ ഓഫർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വാട്ട് ഈസ് എ ഗുഡ് സ്കോർ ഓൺ ദ CUET എക്സാം ഫോർ ബിടെക്? അപ്പം എ ഗുഡ് സ്കോർ ഇൻ ദ CUET എക്സാം ഫോർ ബിടെക് ഈസ് അറൌണ്ട് 550 to 650. അതിനിടയിൽ സ്കോർ ചെയ്താലാണ് ബിടെക്കിൽ ഈ പറയുന്ന ടോപ്പ് 10 കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക. കാൻഡിഡേറ്റ്സ് വിത്ത് സ്കോർ എബവ് 700 വിൽ ഹാവ് ബെറ്റർ ചാൻസസ് ഓഫ് അഡ്മിഷൻ ടു ടോപ്പ് ബിടെക് കോളേജസ് അക്സെപ്റ്റിംഗ് CUET സ്കോർ. CUETയിൽ 700 മുകളിൽ സ്കോർ ചെയ്താൽ ഏറ്റവും നല്ല കോളേജുകളിൽ തന്നെ നമുക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കും. കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി കോളേജ് സ്പെസിഫിക് ആണ്. Each participating college determines the CUET cutoff based on number of applications, seats available, etc. എത്ര സീറ്റുകളാണോ അവർ CUET വഴി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണമൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ കോളേജിലെയും കട്ട് ഓഫുകൾ യൂഷ്വലി ഡിഫറെൻ്റ് ആവാറാണുള്ളത്. ആൻഡ് സ്റ്റുഡൻസ് മസ്റ്റ് എയിം ഫോർ എ സ്കോർ എബവ് 600 ടു ബി ഓൺ ദി സേഫ് സൈഡ്. ആൻഡ് എക്സാം ഡീറ്റെയിൽസ് നമുക്കറിയാം. CUETയിൽ സെക്ഷൻ A ലാംഗ്വേജിൻ്റെ ടെസ്റ്റാണ്, അതുപോലെ 40 out of 50 നമ്മൾ എഴുതണം. സെക്ഷൻ ബിയിൽ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റാണ്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് അതിലുണ്ടായിരിക്കുക. സെക്ഷൻ C എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ Aയും Cയും ഒക്കെ എല്ലാവരും എഴുതും. ബിയിലാണ് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് മാക്സിമം ഓഫ് 6 പേപ്പേഴ്സ് ആർ അലൗഡ്. അതിൽ തന്നെ 2 ലാംഗ്വേജുകളും 5 ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഡൊമൈൻ റിലേറ്റഡ് സബ്ജക്ട്സ് ഫോർ CUET ബിടെക്കിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇതാണ് ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്തിട്ട് എഴുതേണ്ടത്.
സബ്ജക്ട് കോമ്പിനേഷൻസ് ക്യാൻ ബി സ്പെസിഫിക് ടു ദ ടൈപ്പ് ഓഫ് കോളേജ് ആൻഡ് കോഴ്സ്. ഇപ്പോൾ ചില കോളേജുകളിൽ ചില കോഴ്സുകളിൽ ചിലപ്പോൾ കെമിസ്ട്രിയുടെ എക്സാം വേണമെന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിസിക്സിൻ്റെ എക്സാം വേണമെന്നുണ്ടാവില്ല. അപ്പോൾ അത് ഓരോ ബിടെക് സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സുകൾക്കനുസരിച്ച് വേരി ചെയ്യാറുണ്ട്. അത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ റിസർച്ച് ചെയ്യേണ്ടതാണ്. ജനറലി ബിടെക്കിലേക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ JEE പോലെ തന്നെ നമ്മൾ CUETയുടെ എന്തൊക്കെ എഴുതണം, ഫിസിക്സും കെമിസ്ട്രി മാത്സും എഴുതേണ്ടതായിട്ടുണ്ട്. മാർക്കിംഗ് സ്കീം CUETയിൽ 5 മാർക്കാണ് കറക്റ്റ് ആൻസറിന് കിട്ടുക. ഓക്കെ, ആൻഡ് -1 ഫോർ ഇൻകറക്റ്റ് ആൻസർ. 4 - 1 അല്ല, +5 - 1 ആണ് CUETയുടെ എക്സാമിലെ മാർക്കിംഗ് സ്കീം എന്ന് കൂടെ ഓർക്കുക. ഈ CUET ഗുഡ് ഫോർ ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അതിന് CUET നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. അതായത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദി കോളേജസ് ഓഫ് കോഴ്സ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി അഡ്മിഷൻ ക്രൈറ്റീരിയ. സോ സ്റ്റുഡൻസ് മസ്റ്റ് എയിം ഫോർ ദി ടോപ്പ് ബിടെക് കോളേജസ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഏത് ബ്രാഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ പോയിട്ട് എടുക്കാൻ തന്നെ ശ്രമിക്കുക. അവിടുത്തെ ഫെസിലിറ്റീസും അവിടുത്തെ അക്കാഡമിക്സും അവിടെ വരുന്ന കുട്ടികൾ, പിയർ ആയിട്ടുള്ള കൂടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ, ഇതെല്ലാം നമ്മുടെ ഒരു ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യും, പല രൂപത്തിൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. വിച്ച് കോളേജ് ഇസ് ബെസ്റ്റ് ഫോർ ബിടെക് അണ്ടർ CUET എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് 10 ഗവൺമെൻറ്റും ടോപ്പ് 10 പ്രൈവറ്റും ഇതെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ അതിൽ DU നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ലക്നൌവിലുള്ള സ്ഥാപനമുണ്ട്, അമിറ്റി യൂണിവേഴ്സിറ്റി ഉണ്ട്, LPU ഉണ്ട്, ആൻഡ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ഒക്കെയാണ് ഏറ്റവും ടോപ്പായിട്ട് വരുന്ന ഒരു 5-6 എണ്ണം എന്ന് നമുക്ക് പറയാം. വാട്ട് ഈസ് ദ മിനിമം മാർക്ക് ടു ക്വാളിഫൈ ഫോർ CUET ഫോർ ബിടെക് എന്നുള്ളത് യൂഷ്വലി CUET സ്കോർ ഓഫ് 400 to 500 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിടെക് അഡ്മിഷൻ കിട്ടും. പക്ഷേ മേ ബി ടോപ്പിലായിരിക്കില്ല, ഇൻ ബിറ്റ്വീനിൽ വരുന്ന ഏതെങ്കിലും കോളേജിലായിരിക്കും ഈ ഒരു സ്കോറിന് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് CUET വഴിയുള്ള ബിടെക് അഡ്മിഷൻസിൻ്റെ ഡീറ്റെയിൽസ്. പ്രോബബ്ലി നിങ്ങളിൽ പല ആളുകൾക്കും ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ എന്ത് തോന്നുന്നു? ഈ പറയുന്ന ടോപ്പ് കോളേജുകളിൽ JEE മെയിൻ്റെ അത്രയും കോമ്പറ്റീഷൻ ഇല്ലാതെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു വീഡിയോ JEE ആസ്പിറൻസിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.